പിന്നെ എളുപ്പത്തിലൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. കുറേ നാളായി തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഉണ്ടാക്കാൻ അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കൂടെ വറുത്ത മീനില്ലെങ്കിൽ ബെസ്റ്റാണ്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയിട്ട് വെരി സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവോള വല്ലാണ്ട് വഴന്നൊന്നും വേണ്ട, ഇത്രയും അധികമായാൽ വരില്ല. അപ്പോൾ അതിലേക്ക് നമുക്കിനി വേപ്പിലിടാം. ഇട്ടത് സവോളയും പച്ചമുളകും അത് വഴന്ന് വന്നപ്പോൾ വീണ്ടും വേപ്പിലിട്ട് ഒന്ന് അതിൻ്റെ വേപ്പിലൊന്ന് വടണ വരെ ഒന്നിടാം വെളിച്ചെണ്ണയിൽ. അതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് വറ്റൽമുളകാണ്. വറ്റൽമുളക് കുത്തിച്ചതച്ചാണ്. അതിൻ്റെ പച്ചമുളക് പോണ വരെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് തക്കാളി ഇടാം. നന്നായി ഇളക്കിയിട്ട് നമുക്ക് മൂടിയിട്ടൊന്ന് വേവിക്കാം. ഈ കറിയിലേക്ക് ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഈ കറി നമുക്ക് മുട്ട പുഴുങ്ങി അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ആയിട്ട് കഴിക്കാം. പിന്നെ മീൻ വറുത്തുണ്ടെങ്കിൽ അത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ വേറൊരു കറിയും വേണ്ട, അത് മൂടിയിട്ട് വേവിക്കാം. തക്കാളി റെഡി ആവുന്നുണ്ട്. നമ്മളിങ്ങനെ ഇതിനെ ഇതാണ് വളരെ ടേസ്റ്റിയായ നമ്മുടെ തക്കാളി ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.